അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തൊക്കെ റാഹത്തല്ലേ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ലഹരി ഉപയോഗം നാടിനെ കൊല്ലുന്നു എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനമായ വിഷയം. ലഹരി എന്നുള്ളത് കേവലം ഒരു മനുഷ്യനെ മാത്രമല്ല നശിപ്പിക്കുക, ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ, ഒരു കുടുംബത്തെ പോലും ലഹരി എന്ന ഈ മാരകമായ വിപത്ത് മൂലം നശിപ്പിച്ച് തകർത്തെറിയാൻ സാധിക്കും എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. മഹാനരായ ഇമാമുന മുസ്ലിം റഹ്മഹുല്ലാഹ് തന്റെ സ്വഹീഹ് മുസ്ലിമിൽ പഠിപ്പിക്കുന്നതായി കാണാം, വസ്തുണ്ടാക്കുന്ന എല്ലാം കള്ളാണ്. വസ്തുണ്ടാക്കുന്ന എല്ലാം കള്ളാണെന്ന് വെക്കുകയാണെങ്കിൽ വസ്തുണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്. അപ്പോ നമ്മളും ഇപ്പോ ചുണ്ടിൽ വെക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ കയ്യിലൊട്ടിക്കുന്നതാണെങ്കിലും ഏത് ഒട്ടിച്ചാലും അതുമൂലം അവൻക്ക് മസ്തുണ്ടാവുന്നുണ്ടെങ്കിൽ ആ മസ്തുണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഹറാമിന്റെ ഹുക്കുമിലാണ് വരിക, കള്ളിന്റെ ഇനത്തിലാണ് വരിക. ഈ ഒരു വലിയതായ ഒരു തെറ്റ് നാം ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത് എന്ന് പൊതുസമൂഹത്തോട് വളരെ വിനയത്തോടു കൂടി ഉണർത്തുകയാണ്. നമുക്ക് ഈ ഒരു സുഖം കൊണ്ട് എന്താണ് നമുക്ക് നേടാൻ സാധിക്കുക? ആദ്യമായി ചിലപ്പോ കള്ളുകുടി എങ്ങനെയാണ് ഒരാൾ കുടിയനായി മാറുന്നതെന്ന് പലപ്പോഴും പലരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കോളേജുകളിലൊക്കെ ചിലപ്പോ ചിലർ ഒന്നിച്ചു കൂടുമ്പോ ഒരുത്തൻ മാത്രം ഒരു മൂലക്ക് മാറിയിരുന്നിട്ട് ഞാനൊരു സോഡ കുടിച്ചോളാന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ആ ചെക്കനോട് അവന്റെ മറ്റുള്ള കൂട്ടുകാർ പറയും, നീ ഇതിന്നൊരു തുള്ളി ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം നീ ഒരു തുള്ളി കുടിച്ചോളും മതിയെന്ന് പറയും. ആ ഒരൊറ്റ തുള്ളി, ആ ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടി അവൻ കുടിക്കുന്ന ആ ഒരൊറ്റ തുള്ളിയിൽ നിന്നാണ് അവൻ കുടിയനായി മാറുന്നത്. ഇന്ന് കള്ളുകുടി മൂലമായി തന്നെ എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത്. ഈ കേരളത്തിൽ തന്നെ എത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത്. നമുക്ക് ഈ ഖുർആനിക വാക്യമുണ്ടല്ലോ, കള്ള് അതുപോലെ തന്നെയുള്ള മറ്റ് വസ്തുക്കളൊക്കെ പൈശാചികമാണ്, പൈശാചിക പ്രവർത്തനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനെയും നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും ഒക്കെ ഈ ഒരു വിപത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ തൂഫാൻ നടപ്പിലാക്കുന്നുണ്ട്. അതിലൂടെ നമ്മുടെ നാടിനെ കുറെയൊക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എന്റെ നാടായ കവരത്തി ലക്ഷദ്വീപില് ഇപ്പൊ പുതിയൊരു നിയമം കൊണ്ടുവന്നത് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. അവിടെ മദ്യനിരോധന മേഖലയാണ്. ആ ഒരു നിയമം ഇപ്പോൾ അവിടുത്തെ സർക്കാർ കാറ്റിൽ പറത്തി പുതിയ നിയമം കൊണ്ടുവന്ന് അവിടെ മദ്യം വിൽക്കാനുള്ള ഉദ്ദേശത്തിലാണ്. ഇതിനെതിരെ നാം പോരാടുകയും പ്രതികരിക്കുകയും ചെയ്യണം എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയും അതുപോലെ തന്നെ ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് ആരൊക്കെ നമുക്ക് സഹായങ്ങൾ ചെയ്തിരുന്നു, വസ്ത്രം നൽകിയവർ, ഭക്ഷണം നൽകിയവർ, അല്ലാഹു എല്ലാവർക്കും ഉദാർത്ഥമായ പ്രതിഫലം നൽകുമാറാവട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.